ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണ് യുകെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇവിടെ ഒരു ചാരിറ്റി ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിലധികം പരിചിതമല്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ചാരിറ്റി ഷോപ്പുകളെന്ന്. എന്താണ് ചാരിറ്റി ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ശ്രമം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പം അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് പോകാം. പൊതുവെ മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ തിരക്ക് കുറവായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ചാരിറ്റി ഷോപ്പിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമ്മൾ ഉപയോഗിച്ച് കൊള്ളാവുന്ന സാധനങ്ങൾ നമുക്കിവിടെ വന്ന് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ മറ്റുള്ളവർ അതുപോലെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ സാധനങ്ങളും പരമാവധി ഉപയോഗിക്കുക, അതിലൂടെ വേസ്റ്റേജ് കുറയ്ക്കുക, ഒപ്പം ആവശ്യക്കാർക്ക് ചെറിയ പൈസയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ചാരിറ്റി ഷോപ്പിൻ്റെ കോൺസെപ്റ്റ്. ഇവർക്ക് ഇവിടെ രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ഒന്ന് സോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന മെയിൻ ഷോപ്പും, രണ്ടാമതായി റാൻഡമായിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഈ പുറത്തുള്ള ചെറിയ ഷോപ്പ്. ഇവിടെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ്. അത് വളരെ തുച്ഛമായ പൈസയ്ക്ക് 1 പൗണ്ടിന് അല്ലെങ്കിൽ 2 പൗണ്ടിന് നമുക്ക് അത് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവരുടെ പ്രധാന ഔട്ട്ലെറ്റായ സോർട്ട് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന മെയിൻ ഷോപ്പിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ധാരാളം പിക്ചർ ഫ്രെയിമുകൾ കാണാം. അടുത്തതായി കിച്ചണിൽ ഉപയോഗിക്കുന്ന ക്രോക്കറി സാധനങ്ങൾ കാണാം. ഇനി നമുക്ക് ഡ്രസ്സുകളും ഷൂസും വിൽക്കുന്ന സെഷനിലേക്ക് പോകാം. ഇവിടെ എല്ലാ ക്ലൈമറ്റിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും ഷൂസുകളും ലഭിക്കുന്നതാണ്. അതുപോലെ ഇവയൊക്കെയും വളരെ ക്വാളിറ്റി ഉള്ളതും എന്നാൽ നമുക്ക് തുച്ഛമായ പൈസയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതിനൊക്കെയും ഒരു 3 പൗണ്ട് 5 പൗണ്ട് റേഞ്ചുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ വന്ന്. ഇനി നമുക്ക് ഇവരുടെ ഫർണിച്ചർ സെഷനിലേക്ക് പോകാം. ഞങ്ങൾ വീട് മാറിയപ്പോൾ ആദ്യം ഇവിടെ നിന്നുള്ള ഫർണിച്ചറുകളാണ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും പലതും ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നുള്ളത് തന്നെയാണ്. ഫർണിച്ചറുകൾ പോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട കർട്ടൻസ്, അതുപോലെയുള്ള ഡ്യൂവറ്റ്, ബെഡ്ഷീറ്റുകൾ, എല്ലാവിധ സാധനങ്ങളും, അതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെയും ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ തിരികെ പോകുകയാണ്. അങ്ങനെ ചുരുക്കത്തിലൊരു വീട്ടിൽ വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഈ ചാരിറ്റി ഷോപ്പുകൾ. ഇങ്ങനെ അനേകം ചാരിറ്റി ഷോപ്പുകൾ യുകെയിൽ എല്ലായിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച ശേഷം സാധനങ്ങൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു മൂലയ്ക്ക് കൂട്ടിയിടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അത് വീണ്ടും ഉപയോഗിക്കപ്പെടുകയും അതിലൂടെ വേസ്റ്റേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചാരിറ്റി ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.